ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നു. ട്യൂസ്ഡേ നൈറ്റ് ഞാൻ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ വ്ളോഗ് നമ്മൾ രാവിലത്തെ ഒരു ബിസി മോർണിംഗ് റുട്ടീനാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ ഞാൻ എപ്പോഴും ഇതുപോലെ തലേ ദിവസം തന്നെ ആമിക്ക് കൊണ്ടുപോകുന്നതിനുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കും. പിന്നെ കൂടുതലായിട്ടും വെറൈറ്റി റൈസാണ് അവൾക്ക് ഇങ്ങനെ ലഞ്ചിന് കൊടുത്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ട്യൂസ്ഡേ നൈറ്റ് ആയപ്പോഴത്തേനും ഞാൻ വെനസ്ഡേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുക്കിംഗ് ചെയ്യാനും കുറച്ചൊന്ന് ഈസി ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന വുമൻസിനാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതിന് മുന്നേ താഴെ ആയിരുന്ന സമയത്ത് ഇതുപോലെ ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഇച്ചിരി സ്പീഡൊക്കെ കൂടിയതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വെനസ്ഡേ രാവിലെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ആമി സ്കൂളിൽ പോകുന്ന ദിവസം രാവിലെ 6 മണിക്കാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും രാവിലത്തെ റുട്ടീൻ എനിക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇതുവരേക്കും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഭയങ്കര സ്പീഡായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. പ്രത്യേകിച്ച് ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് ഫോൺ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം കുക്കിംഗ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടി ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ തീരാറുണ്ട് എനിക്ക്. ഞാൻ ആദ്യം തന്നെ ബാസ്മതി റൈസ് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റ് ആദ്യം ചെയ്തത് അതാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ. ഞാൻ സാധാരണ നിങ്ങൾക്കറിയാമല്ലോ, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തുന്നു. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ എന്തായാലും രാവിലെ വിളക്ക് എനിക്ക് കൊളുത്തണം. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ്, രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറുള്ളൂ. നേരത്തെ തൊട്ടുള്ള ശീലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എനർജറ്റിക്കായിട്ട് ജോലിയൊക്കെ ചെയ്യാനും പറ്റും. നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാനിങ്ങനെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറുന്നത്. പിന്നെ ഒരുപാട് ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ കുളിക്കാനായിട്ട് ലേറ്റ് ആവും. അപ്പോൾ എന്തായാലും കർക്കിടക മാസമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിച്ചിട്ടൊക്കെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ ബാസ്മതി റൈസ് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കുതിരാനായിട്ട് ഇട്ടിട്ടാണ് പോയത്. പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം വെള്ളമൊക്കെ ചൂടാക്കാനായിട്ട് കെറ്റിലിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തലേ ദിവസം നൈറ്റ് ഞാൻ കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു റോബോട്ടിനെ പോലെയാണ് നമ്മൾ ജോലികൾ ചെയ്യുന്നത്. സാധാരണ കുട്ടികളുള്ള അമ്മമാർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ രാവിലെ വർക്കിന് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസിനൊക്കെയാണ്. സാധാരണ ഒരു ഹോം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു 10 കൈ ഉണ്ടെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ടല്ലേ. രാവിലത്തെ ആ ഒരു റുട്ടീൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു പ്രഷറുള്ളൊരു ജോലിയാണ്. കാരണം ലഞ്ച് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ മക്കളെ റെഡിയാക്കണം, ഹസ്ബൻഡിനെ പറഞ്ഞയക്കണം. അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും ഹസ്ബൻഡിന് രാവിലെയല്ല ഡ്യൂട്ടി ഉള്ളത്, ഈവനിങ് ആണ് പോകുന്നത്, നൈറ്റ് ഷിഫ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ പ്രശ്നമില്ല. എന്നാലും ആമി എനിക്ക് 8:30 സ്കൂളിൽ വിടണം കേട്ടോ. അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ ഞാൻ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സോയാ ചങ്ക്സിൻ്റെ മസാല പോലത്തെ ഒരു റെസിപ്പിയും കൂടിയാണ് കൊടുത്തയക്കുന്നത് ഇതിൻ്റെ കൂടെ. ആമിക്ക് അങ്ങനെ എപ്പോഴും ഫ്രൈഡ് റൈസൊന്നും കൊടുക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും ആണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് എന്തായാലും ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഈ സോയാ ചങ്ക്സ് മസാല ഞാൻ ഇതിന് മുന്നേ, മീൽ മേക്കർ മസാല ഞാൻ ഇതിന് മുന്നേ ഒക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ. അതുകൊണ്ടാണ് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളി അങ്ങനെ തലേ ദിവസം കട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ. ചിലരാണെങ്കിൽ കട്ട് ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാനങ്ങനെ ചെയ്യാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആമിക്ക് രാവിലെ കട്ടൻ വേണം. ഞാനും ഇന്നൊരു കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ശരിക്കും സമയം കിട്ടുന്നില്ല കുടിക്കാനായിട്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാം ചെയ്തൊക്കെ വെക്കുമെങ്കിലും ഈ ഒരു കുക്കിങ്ങിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ശ്രദ്ധ അതിലോട്ടായി പോവും. സമാധാനമായിട്ടിരുന്ന് ഒരു ചായ കുടിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. ഞാനങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ, സ്ഥിരമായിട്ട് വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ഞങ്ങളങ്ങനെ പാൽ ചായയൊന്നും കുടിക്കാറില്ല. എന്തായാലും എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടി ചൂടോടെ കുടിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കട്ടനൊക്കെ എടുത്ത് ഒഴിച്ചു വെച്ചത്. പക്ഷേ ഇതുവരേക്കും അത് കുടിച്ചു തീർക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഞാനത് തൊട്ടിട്ട് പോലും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനിടയിൽ തന്നെ നമ്മുടെ ബസ്മതി റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വേവുന്നൊരു പരുവമെന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് റൈസ് വെന്ത് കുഴഞ്ഞു പോകരുത്, അതുപോലെ തന്നെ തീരെ വേവാതിരിക്കുകയും ചെയ്തൊരു 1/4 ഭാഗം വേവുന്ന രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം കുക്കറിൽ
കുക്കറിലാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് വെക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. അതുമാത്രമല്ല എൻ്റെ കുക്കർ ഇച്ചിരി നല്ല അകലം ഉള്ളതാണ്, അതുകൊണ്ട് എന്തായാലും ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, സവോള ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് വഴണ്ട് പോകണ്ട, നിങ്ങൾക്കറിയാലോ. ഒരുപാട് അങ്ങോട്ട് വഴട്ടരുത്, എന്നാൽ വേവുകയും വേണം. ഒരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഇത് സോട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു എഗ്ഗ് ചേർക്കുന്നുണ്ട്. ഒരു 4-5 എഗ്ഗ് ചേർക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അടുത്തിപ്പോൾ ഒരു മുട്ടയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുട്ട ഇങ്ങനെ ചിക്കി എടുത്തിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ പണി കഴിയുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് വേറെ മസാലയൊന്നും ചേർക്കില്ല. മെയിനായിട്ട് ഇതിലേക്ക് പെപ്പറാണ് ചേർക്കുന്നത്. ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതാണ്. അത് കുറച്ചധികം തന്നെ ചേർക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ മോൾക്കാണെങ്കിൽ നന്നായിട്ട് എരിവൊക്കെ വേണം, അവൾ നന്നായിട്ട് എരിവുണ്ടെങ്കിൽ കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചിലെ തൊട്ടേ അങ്ങനെ ശീലിപ്പിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം അവൾക്ക് ഇല്ല കേട്ടോ. നിങ്ങൾക്കിത് ചേർക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് ഒരു അടപ്പിൽ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാലാണ് ആ ഫ്രൈഡ് റൈസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ലേ, ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഇതേ സമയം തന്നെ നമുക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ല, സോയാ സോസ് മാത്രമാണ് ഉള്ളത്. പിന്നെ ഞാൻ അരി വേവിച്ചിരുന്ന സമയത്ത് പറയാൻ വിട്ടുപോയതായിരുന്നു, ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ റൈസിനകത്ത് ഉപ്പുണ്ടായിരിക്കും. പിന്നെ വെജിറ്റബിൾസ് വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ റൈസ് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഗാർണിഷൊക്കെ ചെയ്യാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഉള്ളിപ്പൂവില്ലേ, അത് എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല, ഞാനതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡ് ഡിഷായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഷ്റൂം മസാല, കോളിഫ്ലവർ മസാല, മീൽ മേക്കർ മസാല, പൊട്ടറ്റോ ഫ്രൈ ഇതൊക്കെ ചെയ്യാം കേട്ടോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മുട്ട മസാല ചെയ്ത് കൊടുത്താലും മതി. കുട്ടികൾ ഒരുപാട് ചോറ് കഴിച്ചോളും. അങ്ങനെ ആമിക്ക് വേണ്ടുന്ന ലഞ്ചൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ മീൽ മേക്കർ മസാലയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 7:30 ആയപ്പോഴത്തേന്, ഞാൻ 6 മണിക്ക് കിച്ചണിൽ കയറിയതാണ്. 7:30 ആയപ്പോൾ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും ഉണ്ട് ആമി ഉറക്കം വന്നിട്ടുണ്ട്. അങ്ങനെ അവളെ പല്ലൊക്കെ തേപ്പിച്ച് അവളെ ഒന്ന് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ആമി എഴുന്നേൽക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വാശിയായിരിക്കും, ഞാൻ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ചിലപ്പോൾ അവൾ നന്നായിട്ട് എല്ലാം നല്ല കുട്ടിയായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അവൾക്ക് ഇച്ചിരി വാശിയുള്ളൊരു ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോയി ഹെൽപ്പ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് 2 സ്നാക്സാണ് കൊടുക്കേണ്ടത്. മോർണിംഗ് സ്നാക്സും ഉണ്ട്, ഈവനിങ് സ്നാക്സും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുത്തേക്കും ഈവനിങ് കഴിക്കാനായിട്ട്. പിന്നെ മോർണിംഗിൽ നട്ട്സോ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത്. ഞാനിന്നിപ്പോൾ നട്ട്സ് കൊടുത്തു. ചിലപ്പോൾ ഉണക്കമുന്തിരി നട്ട്സും കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കും. കൂടുതലായിട്ടും പാക്കറ്റ് ഫുഡ്സ് ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ അവളുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ വീഡിയോ സ്പീഡ് മോഷനിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം ഇതുപോലെ റോബോട്ടിനെ പോലെ ഇങ്ങനെ സ്പീഡിന് ജോലികൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് അത് ആലോചിക്കുന്നത്. നമ്മുടെ മനസ്സിങ്ങനെ സ്പീഡിനെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട് നമ്മളങ്ങോട്ട് എത്തുകയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, രാവിലെ നമുക്കൊരു 10 കൈ ദൈവം തന്നിരുന്നെങ്കിൽ എന്ന്. കാരണം അത്രയ്ക്ക് ടെൻഷനുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ കൂടി എടുക്കുന്നത് കൊണ്ട് പിന്നെ പറയുകയും വേണ്ട. എത്ര നമ്മൾ നേരത്തെ എണീറ്റെന്ന് പറഞ്ഞാലും ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ട് സ്ലോ ആവാറുണ്ട് നമ്മുടെ റുട്ടീനൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ എപ്പോഴും ഇതുപോലെ ആമിയുടെ യൂണിഫോം അയൺ ചെയ്ത് വയ്ക്കുന്നതാണ്. ഇത്തവണ ഞാനത് ചെയ്തില്ലായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ആമിയുടെ യൂണിഫോം അയൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ആമിക്ക് ഹെയറൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ അവർക്ക് അങ്ങനെ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ സ്കൂളിൽ. കുട്ടികളുടെ തലയിൽ എണ്ണ ഇങ്ങനെ ഓയിൽ തടവണമെന്നൊക്കെ പറഞ്ഞാണ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറത്തിയൊന്നും ഇടാനായിട്ട് പാടില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടയി കൊടുത്തിട്ടുണ്ട്. ആമി ഞാൻ രാവിലെ തല കുളിപ്പിക്കത്തില്ല കേട്ടോ. കാരണം അവൾക്ക് പെട്ടെന്ന് തന്നെ കോൾഡ് വരും. രാവിലത്തെ ക്ലൈമറ്റിന്
അങ്ങനെ തല കുളിപ്പിച്ചിട്ടല്ല വിടുന്നത്. ദേഹം മാത്രം കഴുകിക്കും. സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം പോയി അവൾ തല കുളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. കൊച്ചിലെ തൊട്ടേ അങ്ങനെ തന്നെയാണ് ശീലം. അത് കഴിഞ്ഞിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്. സാധാരണ അവൾ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇച്ചിരി വാശിയുള്ളത് കൊണ്ട് എന്നെക്കൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളുടെ പല്ല് ഇങ്ങനെ ആടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 2-3 പല്ലിങ്ങനെ ഇളകുന്നതിനുള്ള ഇതിലാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ ഹസ്ബൻഡ് കൊണ്ടുപോയി ആമിയെ വിടുന്നുണ്ട്. പിന്നെ ശരിക്കും ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നതാണ് എപ്പോഴും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൊണ്ടും എനിക്കിന്ന് സമയം ഒരുപാട് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ആമിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ എന്തായാലും വിളക്ക് കൊളുത്താമെന്ന് വിചാരിച്ചു. ഇന്ന് ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേയൊക്കെ വിളക്ക് കൊളുത്തുന്നതിന് ഏറ്റവും നല്ലത്. നമ്മുടെ സാഹചര്യത്തിൽ രാവിലെ എഴുന്നേറ്റ് അതൊന്നും ചെയ്യാനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. മാത്രമല്ല തലേ ദിവസം ഞാൻ കിടക്കുന്നത് ഒരുപാട് ലേറ്റായിട്ടായിരിക്കും. ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് 6 മണിക്ക് എഴുന്നേൽക്കുന്നത്. പിന്നെ ആമിക്ക് 8:30-ക്കാണ് പോവേണ്ടത്. 8:45-ന് സ്കൂളിൽ കയറണം. അപ്പോൾ അതിന് മുന്നേ തന്നെ എല്ലാ പരിപാടികളും തീരണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വ്ളോഗിൽ നമ്മുടെ പൂജ റുട്ടീനാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ട് പറ്റി. അതിൽ കുറേ അധികം സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാത്ത പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ കോലം വരയ്ക്കുന്നത് ഇങ്ങനെ പടിക്കെട്ടിലിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്കിവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ്. എന്തായാലും ഞാനതിന് ശ്രദ്ധിക്കും. കാരണം പടിക്കെട്ടിൽ ഇരുന്ന് വരയ്ക്കാനാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ വളരെ സ്പേസ് കുറവാണ്. പിന്നെ ഇതുപോലെ പൂജ റുട്ടീനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീപ്പെട്ടിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ വിളക്ക് കൊളുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. കൊടിവിളക്കിൽ ഇങ്ങനെ കത്തിച്ചിട്ടാണ് വിളക്ക് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് കൊടിവിളക്കൊന്നും ഇല്ല. ഇതുപോലെ ഞാനിങ്ങനെ തീപ്പെട്ടിയിൽ തന്നെയാണ് കത്തിക്കുന്നത്. എനിക്കതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ കോലം വരയ്ക്കുന്ന കാര്യം. കോലം വരയ്ക്കാനായിട്ട് ഞാൻ സ്റ്റെൻസിൽസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൈകൊണ്ട് വരയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടു ഇവിടെ മാർക്കറ്റിൽ മേടിക്കാനായിട്ട് കിട്ടുന്നത്. അതെനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് വരയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറേ അധികം നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പല കാര്യങ്ങളും എനിക്കും അറിയില്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ എല്ലാം അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. എല്ലാം നമ്മളിങ്ങനെ തെറ്റിലൂടെയാണല്ലോ ശരികൾ പഠിക്കുന്നത്. അപ്പോൾ തിരുത്തേണ്ട കാര്യങ്ങൾ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും തിരുത്തും. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരുത്താനുള്ളതോ അല്ലെങ്കിൽ മാറ്റാനുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ എന്നും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഇതിനിടയിൽ ഹസ്ബൻഡ് ആമി സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വന്നു. ആമിക്ക് രാവിലെ ഞാൻ ഫ്രൈഡ് റൈസാണ് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി റൈസൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവൾക്ക് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അത് മതി എന്ന് പറഞ്ഞു. എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ഞാൻ പുട്ടുണ്ടാക്കുകയാണ്. ചെമ്പാവരിയുടെ പുട്ടുണ്ടല്ലോ, അതാണ്. ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പുട്ടുപൊടിയാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊരു വ്ളോഗ് ചെയ്തപ്പോൾ ഇതുപോലെ പുട്ടിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തപ്പോഴത്തേനും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുട്ടിന് തേങ്ങ ഇടാറില്ലേന്ന്. എനിക്ക് ശരിക്കും തേങ്ങ ചിരകി എടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങ ഇന്ന് ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ചാണ് ചേർക്കുന്നത്. എനിക്ക് തേങ്ങ ചിരകാൻ ഏറ്റവും മടിയുള്ളൊരു ജോലിയാണ്. അതുപോലെ തന്നെ പാത്രം കഴുകലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ശരിക്കും ഒരു 10 മണിയാകുമ്പോഴത്തേനും ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങും കേട്ടോ. ആമി സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഒരുപാട് നേരം കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. കുക്കിങ്ങൊക്കെ രാവിലെ 7:30 ആകുമ്പോൾ തന്നെ കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒതുക്കാനും തൂക്കാനും വാരാനും ഒക്കെ കാണുകയുള്ളൂ. അപ്പോൾ 10 മണിയാകുമ്പോഴത്തേനും ഞാൻ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് പുറത്തേക്ക് വരും. പിന്നെ ഉള്ള സമയങ്ങളിലൊക്കെ ക്ലീനിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.